ലക്നൌവും RCBയുമാണെന്ന് നേർക്കുനേർ വന്നത്. ഈയൊരു മാച്ചിൽ RCB തോറ്റിരിക്കുകയാണ്. ഇന്ന് RCB തോറ്റപ്പോൾ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. CSK, രാജസ്ഥാൻ, മുംബൈ ടീമുകൾക്ക് സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ IPLലെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ലക്നൌ ഇന്ന് ഫസ്റ്റ് ബാറ്റിംഗിൽ 209 റൺസാണ് അടിച്ചുകൂട്ടിയത്. പിന്നീട് സെക്കൻഡ് ബാറ്റിംഗിൽ RCBക്ക് ജയിക്കാൻ സാധിച്ചില്ല. ഇന്ന് കളി കഴിഞ്ഞപ്പോൾ പോയിന്റ് ടേബിളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിലവിൽ ലക്നൌ ടീമിന് 6 പോയിന്റ് ഉണ്ട്. അവർക്കിനി എല്ലാ മാച്ചിലും ജയിച്ചാലും പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. ലക്നൌ പുറത്തായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി 8ാം സ്ഥാനത്ത് കൊൽക്കത്തയുണ്ട്. അവർക്ക് 7 പോയിന്റാണുള്ളത്. ഇനിയുള്ള എല്ലാ മാച്ചിലും ജയിച്ചാൽ കൊൽക്കത്തയ്ക്ക് ചെറിയൊരു പ്ലേ ഓഫ് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗുജറാത്തിന് 12 പോയിന്റ് ഉണ്ട്. ഗുജറാത്തിന് ഇനിയുള്ള മാച്ച് ജയിച്ചാൽ പ്ലേ ഓഫിലെത്താം. ഗുജറാത്തിന് പ്ലേ ഓഫ് സാധ്യത കൂടുതലാണ്. നിലവിൽ 1ാം സ്ഥാനത്ത് ഹൈദരാബാദാണ്. 14 പോയിന്റ് അവർക്കുണ്ട്. അവര് 99% പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞു. 2ാം സ്ഥാനത്തുള്ള പഞ്ചാബിന് 13 പോയിന്റ് ഉണ്ട്. അവരും 90% പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ആകെ 2 സ്ഥാനത്തിന് വേണ്ടിയായിരിക്കും പോരാട്ടം നടക്കുന്നത്. 3ാം സ്ഥാനത്ത് RCB ഉണ്ട്. അവർക്ക് 12 പോയിന്റാണ്. രാജസ്ഥാനാണ് 12 പോയിന്റോടെ 4ാം സ്ഥാനത്ത്. ഇനി ആകെ കൂടി ചാൻസ് ഉള്ളത് ഗുജറാത്തിനും ചെന്നൈക്കുമാണ്. ചെന്നൈക്ക് നിലവിൽ 10 മാച്ചിൽ നിന്ന് 10 പോയിന്റ് ഉണ്ട്. ഇതേ സമയം മുംബൈ ടീമിന്റെ അവസ്ഥ മോശമാണ്. മുംബൈക്ക് 6 പോയിന്റ് മാത്രമേ ഉള്ളൂ. അവർക്കിനി പ്ലേ ഓഫിലെത്താൻ സാധ്യത തീരെയില്ല. ചെന്നൈ അടുപ്പിച്ച മത്സരങ്ങൾ ജയിച്ചതുകൊണ്ടാണ് പ്ലേ ഓഫ് പ്രതീക്ഷ എത്തിയിരിക്കുന്നത്. 6ാം സ്ഥാനത്ത് നിന്ന് അവർക്ക് മുൻപന്തിയിലേക്ക് പോകാൻ സാധിക്കും. ഇനിയുള്ള മാച്ച് ചെന്നൈയെ സംബന്ധിച്ച് നിർണായകമാണ്. ഒരു കളി തോറ്റാൽ പോലും അത് ചെന്നൈക്ക് പണി കിട്ടും. കാരണം ഒരുവിധം ടീമുകൾക്കെല്ലാം തന്നെ ഒരേ പോയിന്റാണ്. അതുകൊണ്ട് ആര് കയറുമെന്നത് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ നെറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചില ടീമുകൾ പ്ലേ ഓഫിലെത്തുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.